ഹലോ ഗായ്സ്, അപ്പോൾ ഞാനെന്നുള്ളത് വയനാട്ടിലെ ഒരു നമ്പർ 1 റിസോർട്ടിലാണ്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വയനാട്ടിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വ്യൂ ഉള്ള ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു റിസോർട്ടിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ ഗാർഡൻ ഏരിയയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഗാർഡൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുള്ള് ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്കിവിടെ ഏത് ടൈം വന്നിരിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ വലതുവശത്തും ഇടതുവശത്തായിട്ട് 2 കോട്ടേജസ് ഉണ്ട്. അപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന കോട്ടേജ് എന്ന് പറഞ്ഞാൽ മച്ച് ടൈപ്പ് കോട്ടേജ് ഉണ്ട്. പഴയ ഒരു വീടിൻ്റെ മോഡൽ. അതിൻ്റെ ഉള്ളിൽ 2 ബെഡ്റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വ്യൂ ഒക്കെ കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൂമാണ്. അതുപോലെ തന്നെ ഇടത് സൈഡിലായിട്ട് കാണുന്നത് നോർമൽ ഒരു റൂമാണ്. നോർമൽ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ പോയിന്റ്. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കണ്ട ആ ഒരു വ്യൂ ആണ് അവിടുത്തെ ആ ഒരു ബാൽക്കണി നല്ലൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ പൂളും നമുക്ക് ഒരു നല്ലൊരു അടിപൊളി പൂൾ ഏരിയ അവിടെ. എൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ബംഗ്ലാവ് ആണ്. ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 റൂംസ് ഉള്ള ഒരു ബംഗ്ലാവാണിത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ ഇൻഡോർ ഗെയിംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ ആ റൂമിൽ ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാത്തത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബംഗ്ലാവും ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂമാണ്. നമുക്കിനി ഈ പ്രോപ്പർട്ടിയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാറ്റഗറി നമുക്ക് പരിചയപ്പെടാം. അതായത് ഏറ്റവും നല്ല വ്യൂ വരുന്ന ഒരു റൂമാണിത്. അപ്പോൾ നമുക്ക് ഏത് പ്രോപ്പർട്ടി പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് വ്യൂ ഉള്ള റൂംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ റൂംസിലേക്ക് പോകാം. ഈ റൂംസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ട്വിൻ ബെഡ്റൂമാണ്. 2 ബെഡ്റൂം ഉണ്ട്. നടുക്ക് സെൻട്രലായിട്ടൊരു ഹാളൊക്കെ ഉണ്ട്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. നല്ല ഭംഗിയായിട്ട് അവർ ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോയിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ വാട്ടർഫോൾസ് ആ മൗണ്ടൈനിലേക്കുള്ള വ്യൂ ആണ്. നല്ല ബെസ്റ്റ് വ്യൂ ഉള്ളൊരു ബെസ്റ്റ് കാറ്റഗറി റൂമാണിത്. അപ്പോൾ നമുക്ക് ആ റൂംസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ റൂംസിന്റെ ഫ്രണ്ട് ഏരിയയിലായിട്ട് ഇവിടെ ഈ തണുപ്പ് സമയങ്ങളിൽ തീ കയറാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ തീ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പേര് അറിയാവുന്നൊരു ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു തീ കായാൻ പറ്റുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാഷ്റൂം ഏരിയ ആണിത്. വാഷ്റൂം ഏരിയ ആണെങ്കിലും നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷ്റൂമിന്റെ ആ ഒരു വ്യൂ ഒന്ന് കാണാം. ബെഡ്റൂം നല്ല അടിപൊളിയായിട്ട് ബെഡൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കാറ്റഗറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ നിന്ന് തന്നെ നമുക്ക് നല്ല വ്യൂ ഉണ്ട്. നമുക്ക് ഈ വിൻഡോയിലൊക്കെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അങ്ങോട്ട് നോക്കിയിട്ട് ഫുൾ മൗണ്ടൈൻ ആണ്. മൗണ്ടൈൻ ഫോറസ്റ്റ്. പിന്നെ അവിടെ നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട്. നമ്മുടെ കാന്തൻപാറ വാട്ടർഫോൾസ് ഒക്കെ അവിടെയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ വാഷ്റൂം ഏരിയയിലേക്കാണ്. വാഷ്റൂം ഏരിയ നല്ല മനോഹരമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ ഇൻഡോർ ഗെയിം സെക്ഷൻ ഏരിയ ആണ്. അതായത് ഇവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബില്ലിയാർഡ്സ്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, പിന്നെ ആ സൈഡിൽ നമുക്ക് ചെസ്, ക്യാരംസ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു ഇൻഡോർ ഗെയിംസ് ചെറിയൊരു എന്റർടൈൻമെന്റ് ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് ഏരിയ. റെസ്റ്റോറന്റ് ഏരിയ എന്ന് കഫേ ബാംബു എന്നൊക്കെ പറഞ്ഞ ഇവിടെ റെസ്റ്റോറന്റ് അവർ നെയിം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കഫേ ബാംബു എന്ന് വെക്കാൻ കാരണം ഈ റെസ്റ്റോറന്റിന് ചുറ്റും ബാംബു ട്രീസ് ആണ്. അപ്പം പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നാച്ചുറൽ ആണ്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ഒരു ഭയങ്കര കൂളാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ബാംബു ട്രീസ് ഒക്കെ ഉണ്ട്. എപ്പോഴും നല്ല കൂളായിരിക്കും ഇവിടെ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം നമ്മുടെ കൂടെ ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം പിള്ളേർക്കൊക്കെ കിഡ്സ് ഏരിയ ആണിത്. അതായത് കിഡ്സ് പ്ലേ ഏരിയ ആണ്. അവർക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിങ്, അതുപോലെ തന്നെ കുറച്ച് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് ഇത് അവർ ബാംബു ട്രീസ് ഒക്കെ ചുറ്റും വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കിഡ്സ് പ്ലേ ഏരിയ മാത്രമല്ല കേട്ടോ. ഇവിടെ അതുപോലെ ഒരു 1 സൈഡ് ബാസ്കറ്റ് ബോളിന്റെ ചെറിയൊരു കോർട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഈ ഒരു സൈഡിൽ ഒരു ബാഡ്മിന്റൺ കോർട്ടും ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും ബാംബു ട്രീസ് ആണ്. അപ്പോൾ എല്ലാ ടൈമും നല്ല കൂളായിരിക്കും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. നല്ല ഫുൾ നാച്ചുറൽ ആണ്. ശരിക്കും ഇവിടെ വന്ന് ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ ശരിക്കും ഇത് എൻജോയ് ചെയ്യണം. നമുക്ക് ശരിക്കും ഒരു നാച്ചുറൽ ആണ്. അപ്പോൾ ഏത് സമയം നല്ല കൂളായിരിക്കും ഇവിടെ.
ഏതൊരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ ആദ്യം നോക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഇൻഫിനിറ്റി പൂൾ ഉണ്ട്. ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്, അതായത് നമ്മുടെ കാന്തൻപാറ വാട്ടർഫോൾസിലേക്കുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. അപ്പോൾ ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോപ്പർട്ടിയിൽ വരുമ്പം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും പൂൾ ഏരിയ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ വ്യൂ ആസ്വദിച്ചിട്ട് തീരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ പ്രോപ്പർട്ടി വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.